ലീഗ്, സമസ്ത, മൗദൂദിസം. സത്യത്തിൽ കേരളം മാറുന്നുണ്ടോ? ലീഗിനെ ജമാഅത്തെ ഇസ്ലാമിക്കാരെ ഹൈജാക്ക് ചെയ്തോ? കേരളം എന്ന് തുറന്ന പറയുന്ന പേരാണ് മൗദൂദിസം. കേരളത്തിന്റെ പാരമ്പര്യ സുന്നി മതം എന്നുള്ളത് ആത്മീയതയിലാണ് ഊന്നൽ കൊടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ ദേശീയപരമായ പ്രാദേശിക കാഴ്ചപ്പാടുകളോടും. അബുൽ ആല മൗദൂദി പഠിപ്പിച്ചത് മറ്റൊന്നാണ്. ഇസ്ലാം എന്നാൽ സമ്പൂർണ്ണ രാഷ്ട്രീയ വ്യവസ്ഥിതിയാണ്. ലോക മുസ്ലിങ്ങളെ മൊത്തത്തിൽ ഒരു പ്ലാറ്റ്ഫോമിൽ ഒന്നിപ്പിക്കുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. ഈ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം കേരളത്തിൽ കടന്നു വന്ന ഒരു പ്രത്യേക തരം ഗ്യാപ്പിലൂടെയാണ്. സമസ്തയുടെ പരമ്പരാഗത സ്ത്രീപക്ഷ സാമൂഹിക രാഷ്ട്രീയ പൊതു വിദ്യാഭ്യാസ മേഖലകളിലുള്ള വിയോജിപ്പ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പഴഞ്ചൻ നിലപാട് സ്വീകരിച്ചപ്പോൾ ആ മേഖലയിൽ കുറച്ചുകൂടി പുരോഗമന നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി മൗദൂദി ആശയക്കാർ കടന്നു വന്നു. അതിൽ വല്ലാതെ സാമൂഹിക തലത്തിലൊരു സ്വീകാര്യത ലഭിച്ചു. ഇതോടെ മുസ്ലിം ലീഗ് പ്രതിസന്ധിയിലായി. സുന്നി വോട്ടുകൾ നിലനിർത്തണോ അതോ ജമാഅത്തിലേക്ക് പോകുന്ന ജമാഅത്തിന്റെ ഭൗതിക തലത്തിലേക്കും പിന്നീട് അവിടെ നിന്ന് അതിന്റെ ആത്മീയ തലത്തിലേക്കും നീങ്ങാൻ സാധ്യതയുള്ള യുവാക്കളുടെ വോട്ട് പിടിക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ. ഈ ഓട്ടത്തിനിടയിൽ മുസ്ലിം ലീഗിന് അതിന്റെ സ്വന്തം ശൈലി നഷ്ടപ്പെട്ടു. ഈ ശൈലി നഷ്ടപ്പെട്ടതിനെയാണ് RSSും CPM അടക്കമുള്ളവര് മുസ്ലിം ലീഗിനെ വിമർശിക്കാൻ വേണ്ടി മുസ്ലിം ലീഗിനെ ജമാഅത്തെ ഇസ്ലാമി ഹൈജാക്ക് ചെയ്തു എന്ന് വിളിക്കുന്നത്. ഒരു ആയുധമാക്കി അടുത്ത ഇലക്ഷനിൽ മുസ്ലിം ലീഗ് UDFനെ ഭരിക്കുമെന്നും മുസ്ലിം ലീഗിനെ ഭരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് വരുത്തി തീർത്തുകൊണ്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു തന്ത്രമാണിത്. സത്യത്തിൽ ലീഗ് ഇത്തരത്തിലുള്ള ഒരു ചെറിയ മാറ്റത്തിന് തയ്യാറായിട്ടില്ലെങ്കിൽ മൗദൂദിയുടെ വിപ്ലവകരമായ ഇത്തരം ആശയങ്ങളിലേക്ക് യുവാക്കൾ ആകൃഷ്ടരാവുകയും പിന്നീട് അവരതിന്റെ ഭൗതിക തലത്തിൽ നിന്നും ആത്മീയ തലത്തിലേക്ക് നീങ്ങി ഒരു മതരാഷ്ട്രവാദത്തിലേക്ക് നീങ്ങാനുള്ള ചാൻസ് കൂടുതലാണ്. അത്തരം മാറ്റങ്ങൾ തടയാൻ വേണ്ടി മുസ്ലിം ലീഗിന്റെ ജനാധിപത്യ ദേശീയ രാഷ്ട്രീയത്തോട് കൂടുതൽ അടുത്തു നിൽക്കുന്ന പൊളിറ്റിക്കൽ ആശയങ്ങളിലേക്ക് കൂടുതൽ യുവാക്കളെ ആകർഷിക്കാൻ വേണ്ടിയുള്ളൊരു സ്വാഭാവിക മാറ്റമാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. സമസ്തയുടെ ഇത്തരം മാറ്റങ്ങളെ ശരിക്കും സ്വാഗതം ചെയ്തുകൊണ്ട് ദേശീയ കാഴ്ചപ്പാടിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്ന പരമ്പരാഗത സുന്നി ശൈലിയിലേക്ക് മുസ്ലിം സമുദായത്തെ കൊണ്ടുവരാൻ വേണ്ടി മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്യുകയല്ല ശരിക്കും വേണ്ടത്.